ഒരിടവേളയ്ക്ക് ശേഷം കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി വട്ടിയൂർക്കാവിൽ എത്തിയതോടെയാണ് ത്രികോണ പോരാട്ടത്തിലേക്ക് മണ്ഡലം മാറിയത്. മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് മണ്ഡലത്തിൽ UDFന്റെ പ്ലസ് പോയിന്റ്. MLA ആയിരുന്ന കാലത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച തേടിയാണ് ഇത്തവണ മുരളീധരന്റെ പ്രചാരണം. കഴിഞ്ഞ 7 വർഷത്തെ വികസനം പറഞ്ഞാണ് പ്രശാന്തിന്റെ വോട്ട് തേടൽ. വൻ വികസന പ്രവർത്തനങ്ങൾ വട്ടിയൂർക്കാവിൽ എത്തിക്കുമെന്നാണ് BJPയുടെ അവകാശവാദം. വട്ടിയൂർക്കാവുമായി കെ മുരളീധരന് ഒരു ആത്മബന്ധമുണ്ട്. മണ്ഡലത്തിലെ മണ്ണും മനുഷ്യരും മുരളീധരന് ഹൃദ്യസ്ഥം. ആ ആത്മബന്ധം വോട്ടായി മാറുമെന്നാണ് UDFന്റെയും പ്രതീക്ഷ. 2016 വട്ടിയൂർക്കാവിൽ മികച്ച വിജയം നേടിയ കെ മുരളീധരൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്നും മത്സരിച്ച് ജയിച്ചതോടെയാണ് MLA സ്ഥാനമൊഴിഞ്ഞത്. പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മണ്ഡലം നഷ്ടമായി. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വട്ടിയൂർക്കാവിലേക്ക് തിരിച്ചെത്തുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും മുരളീധരന്റെ മുന്നിലില്ല. കടുത്ത ത്രികോണ പോരാട്ടമെങ്കിലും ഇത്തവണ വിജയം സുനിശ്ചിതമെന്ന് കെ മുരളീധരൻ. ഞങ്ങൾ 1ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നു. 2-3 സ്ഥാനങ്ങൾ അവർ തീരുമാനിച്ചോ. താങ്കൾ നേരത്തെ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണോ വട്ടിയൂർക്കാവിലെ ജനങ്ങൾ? തീർച്ചയായിട്ടും ആ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകാൻ കഴിയാത്ത പൂർത്തീകരിക്കണം. പുതിയ വികസന സാധ്യതകൾ നടപ്പാക്കണം. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥി VK പ്രശാന്ത്. കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും ജനം വിലയിരുത്തും. അപ്പോൾ വികസനമാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മണ്ഡലത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വികസനത്തിനായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക. കാര്യങ്ങൾ നന്നായി നടക്കുന്നുണ്ട്, അത് തുടരട്ടെ എന്നുള്ളതായിരിക്കും ജനങ്ങൾ ആലോചിക്കുക. പ്രധാനമന്ത്രി അടക്കം പ്രചാരണത്തിനെത്തിയതോടെ BJP ക്യാമ്പും ആത്മവിശ്വാസത്തിലാണ്. മീഡിയ 1 തിരുവനന്തപുരം.